പുള്ളിക്കാരൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വരും പോകുന്നതാണ്. ഇപ്പം കുറച്ച് പോയിരിക്കുകയായിരുന്നു, ഇപ്പോൾ തിരിച്ച് പുള്ളിക്കാരൻ വീണ്ടും വന്നു. സാധാരണ ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്, സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരെണ്ണം വെച്ചിറങ്ങുമ്പോൾ. അതിനേക്കാളും കുറച്ചുകൂടി ഭേദപ്പെട്ട സിനിമയാണ്. പടം കൊള്ളാം, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാൻ മെച്ചപ്പെട്ട പടം കുറച്ചുകൂടെ. സാധാരണ ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്, സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരെണ്ണം വെച്ചിറങ്ങുമ്പോൾ. അതിനേക്കാളും കുറച്ചുകൂടി ഭേദപ്പെട്ട സിനിമയാണ്. ഒരു സസ്പെൻസ് നിലനിർത്തി പോകുന്ന ഒരു സിനിമയാണ്. കുഴപ്പമില്ല, ത്രില്ലിങ്. കുറച്ച് ലോജിക്ക് പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്ത്, എന്നാലും കുഴപ്പമില്ല. മെച്ചപ്പെട്ട പടം കുറച്ചുകൂടെ. അടുത്തിടെ ഇറങ്ങിയാൽ ധ്യാൻ്റെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ത്രില്ലിംഗ് സംഭവം തന്നെയാണോ പോകുന്നത്? കുഴപ്പമില്ല, കുറച്ച് ആവറേജും കുറച്ച് ത്രില്ലിങ് മൊമെൻറ്റ്സും. വലിയ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പടം കൊള്ളാം, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാൻ ത്രില്ലിങ്. ധ്യാൻ സൂപ്പർ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ധ്യാൻ്റെ കുറച്ച് ഗ്യാപ്പിന് ശേഷം വരുന്ന അത്യാവശ്യം ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെ പറയാം പടത്തിനെ കുറിച്ച്. പിന്നെ എന്താ പറയുക, ഒരു ക്രൈമിനെ കുറിച്ചാണ് പറയുന്നത്. ബാങ്കിൽ നടക്കുന്ന സംഭവമാണ്. നമുക്കത് ഒരു ടീസർ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നതാണ്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ അഭിനയിച്ചിട്ടുണ്ട്, ഒന്നും ബോറില്ല. ഇതിൻ്റെ നമ്മളെ ഇര എന്ന് പറഞ്ഞ മൂവിയുടെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഫസ്റ്റ് ഡയറക്ഷൻ വെഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം പടത്തിൻ്റെ അകത്ത് ഇത് കാണുമെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഇറങ്ങിയത്. അത് ഒരിക്കലും നിരാശ വന്നില്ല. നല്ലൊരു മൂവി തന്നെയാണ് പാർട്ട്നേഴ്സ്. പക്ഷേ ഇത് ആൾക്കാരുടെ ഇടയിൽ അത് വർക്കൗട്ട് ആവുമോ ഇല്ലേന്നൊന്നും അറിയത്തില്ല. കാരണം ധ്യാൻ്റെ കുറേ പടങ്ങളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി വരുന്നതുകൊണ്ട് ചിലത് ക്ലിക്കാവും, ചിലത് ക്ലിക്കാവില്ല. അപ്പോൾ ആൾക്കാർ പ്രതീക്ഷ കുറവാണ് ഇങ്ങനത്തെ പടങ്ങളെല്ലാം കാണാൻ. പക്ഷേ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറാം. 100% ഉറപ്പാണ്, നല്ലൊരു മൂവിയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് എന്നെ കാണേണ്ട ഒരു ക്രൈം സംഭവമാണ് പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വരും പോകുന്നതാണ്. ഇപ്പം കുറച്ച് പോയിരിക്കുകയായിരുന്നു, ഇപ്പോൾ തിരിച്ച് പുള്ളിക്കാരൻ വീണ്ടും വന്നു. ഒരു ഗ്യാപ്പിന് ശേഷം ഒരു നല്ലൊരു മൂവി, ധ്യാൻ്റെ സൈഡിൽ നിന്ന് ഒരു നല്ലൊരു മൂവി തന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു പടമാണ് പാർട്ട്നേഴ്സ്. പൊതുവിൽ കൊള്ളാം, അത്രയും സമയം ഒരു മുഷിപ്പ് തോന്നില്ല. ഫാമിലിക്ക് വേണം കൊള്ളാം.